ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഹൂതി വിമതരാണ്. ഹൂതി വിമതർ ചെങ്കടലിൽ നടത്തുന്ന സാഹസികമായ ആക്രമണങ്ങൾ വാർത്തയായി മാറുന്നു. ഹിസ്ബുള്ള ഒരു വശത്തും ഹൂതി വിമതർ മറുവശത്തും നിന്ന് ഹമാസിനെ പിന്തുണയ്ക്കുന്നു. ഹൂതി വിമതർ ശക്തമായി തന്നെ പിന്തുണയ്ക്കുന്നു. അവരുടെ കയ്യിലുള്ള പരിമിതമായ ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും പോരാടുന്നു. ചെങ്കടലിലൂടെ ഒരൊറ്റ കപ്പൽ പോലും പോകില്ല എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ പ്രഖ്യാപനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കൻ കപ്പൽ ചെങ്കടലിലെത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ വാർത്ത. അമേരിക്കൻ കപ്പൽ ചെങ്കടലിലെത്തിയപ്പോൾ കൃത്യമായി ആക്രമണം ഉണ്ടായി. ചെങ്കടലിൽ നിന്ന് അമേരിക്കൻ കപ്പലിന് മടങ്ങേണ്ടി വന്നു. ഹൂതി വിമതരെ തളയ്ക്കാൻ, ഹൂതി വിമതർ ചെറിയൊരു സായുധ സംഘമാണ്, അവരെ തളയ്ക്കാൻ നാറ്റോ സൈന്യത്തെ ഇറക്കാൻ വരെ അമേരിക്ക തീരുമാനിച്ചു. പക്ഷേ നാറ്റോ സൈന്യം പിന്മാറി. നാറ്റോ സൈന്യത്തിൽ ഉടമ്പടി വെച്ച പല രാഷ്ട്രങ്ങളും പിന്മാറി. അവർ പറയുന്നു ഹൂതികൾ സ്മാർട്ടാണ്, ഹൂതികളെ തൊടാൻ പറ്റില്ല. മാത്രമല്ല അവിടെ കൊണ്ടുപോയി അവരുടെ സൈനികരുടെ ജീവനെടുത്താൽ ഉത്തരം പറയേണ്ടത് അവരാകും. ഇതോടുകൂടി അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഹൂതി വിമതർ ശക്തമായ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നു. അവർ ഹമാസുമായി ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത്രയും വലിയ ശക്തിയായി മാറിയിരിക്കുന്നു ഹൂതി വിമതർ. ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളായ മൊസാദിനും അപ്പുറത്ത്, അമേരിക്കയുടെ ചാരക്കണ്ണുകൾക്കും അപ്പുറത്ത് അവർ വളർന്ന് വിലസുന്നു. അവർ വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അവർ വീണ്ടും അമേരിക്കയുടെ കപ്പൽ ആക്രമിച്ചതോടുകൂടി വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അമേരിക്ക. ഹൂതി വിമതർക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ചെങ്കടലിൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായും ഹൂതി വിമതർ ശക്തമായി തിരിച്ചടിക്കും എന്ന സൂചന അമേരിക്കയുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു പെൻറ്റഗണിനെ. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന അമേരിക്കയുടെ ലോജിക്ക്, ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കയുടെ ഒരു തീരുമാനം വലിയൊരു തീരുമാനമായിരുന്നു. ഇസ്രായേലിന് സമ്പൂർണ്ണമായ സഹായം നൽകുക, ഇസ്രായേലിനെ സമ്പൂർണ്ണമാക്കി മാറ്റുക എന്നൊക്കെയുള്ള തീരുമാനമായിരുന്നു. ആ തീരുമാനം ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് മാറ്റേണ്ടി വന്നത് ഈ ഇസ്രായേൽ നടത്തിയ വംശക്കുരുതിക്കെതിരെയാണ്, മുസ്ലിം വംശക്കുരുതിക്ക് എതിരെയാണ്. മുസ്ലിം വംശക്കുരുതിക്കെതിരെ ഒരുപാട് സൈനിക സംഘങ്ങൾ ഇപ്പോൾ യോജിച്ചിരിക്കുന്നു. ഒരുപാട് സൈനിക സംഘങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ഹൂതി വിമതർ അമേരിക്കയിലെ കപ്പലുകൾ തകർത്തുകൊണ്ട് അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൂതി വിമതർ ഇപ്പോൾ ലോകത്തിൻ്റെ ദൃക്സാക്ഷിയായി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് അത്യന്താധുനികമായ പടക്കപ്പലുകളോ അവർക്ക് അത്യന്താധുനികമായ യുദ്ധ ഉപകരണങ്ങളോ ഒന്നുമില്ല. പക്ഷേ തങ്ങളുടെ കയ്യിലുള്ള യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവർ ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും പോരാടുന്നു. ആ പോരാട്ടം ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. അമേരിക്കയുടെ കപ്പൽ പോലും തകർക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്ന് ഹൂതി വിമതർ പറയാതെ പറഞ്ഞിരിക്കുന്നു.